ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കിറ്റ്ലാൻ ക്രാഫ്റ്റ്സ്. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. 1500 വർഷം പഴക്കമുള്ള ഒരു രഹസ്യ സ്ഥലം കാണാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ വരൂ, ഉദയഗിരി ഗുഹകളിലേക്ക്. ഭോപ്പാലിലുള്ള ഉദയഗിരി ഗുഹകളിലേക്കാണ് ഇന്ന് യാത്ര. ഇപ്പോൾ നമ്മളുള്ളത് ഭോപ്പാൽ നഗരത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും ഏകദേശം 55 കിലോമീറ്റർ ദൂരത്തിലാണ് പ്രശസ്തമായ ഉദയഗിരി കേവ്സ് ഉള്ളത്. പഴയ ഒരു ഗ്രാമമാണ്. അതുപോലെ തന്നെ ലോകപ്രസിദ്ധമായ ബുദ്ധസ്തൂപയായ സാഞ്ചി സ്തൂപ ഇവിടെ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ മാത്രമാണ് ഉള്ളത്. നമുക്കത് അടുത്ത വീഡിയോയിൽ കാണാം. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് വേണം കയറാൻ. ഇപ്പോൾ നമ്മൾ ഗുഹയ്ക്കുള്ളിലേക്ക് കയറുകയാണ്. നിങ്ങൾ കാണുന്നത് പോലെ പാറയിൽ നേരിട്ട് കൊത്തിയെടുത്ത മനോഹരമായ ശില്പങ്ങളാണ് ഇവിടെ ഉള്ളത്. വിഷ്ണുവിൻ്റെ വരാഹാവതാരം, ശിവൻ, ഗണപതി തുടങ്ങിയ രൂപങ്ങൾ ഇവിടെ കാണാം. ഇതെല്ലാം ഗുപ്തകാലത്ത് നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ വന്നാൽ ഒരു പ്രത്യേക ശാന്തതയാണ്. പ്രകൃതിയും ചരിത്രവും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ ചെയ്യാനും ഒക്കെ വളരെ സപ്പോർട്ടാണ്. പിന്നെ ചരിത്രം പഠിക്കാനും ഒക്കെ ഇഷ്ടമുള്ള വിദ്യാർത്ഥികൾക്കും ഒക്കെ ഇവിടെ വരാമെങ്കിൽ ഇത്രയും വർഷം 1500 വർഷം പഴക്കമുള്ള കേർവ്സാണ്. അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, പാറയിൽ തന്നെ കൊത്തിയെടുത്ത രൂപങ്ങളാണ്. ഇതിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നത്, ഞാൻ നോർത്ത് ഇന്ത്യയിൽ വരുമ്പം ശിവൻ്റെ കുടുംബത്തിൽ നമുക്ക് ഗണപതിയും പാർവതിയും കാണാം. പക്ഷേ ഇവിടെ മുരുകനെയും കൂടി നമുക്ക് കാണാൻ പറ്റി. ഇവർ പറയുന്നത് ചേരമൻ രാജാവ് ഭരിച്ചിരുന്ന സമയത്ത് രാജാവ് ഇവിടെ വന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മുരുകൻ്റെ ആ ശില്പം അവിടെ കൊത്താൻ കാരണം. ഇത് ഗുപ്ത സാമ്രാജ്യത്തിലെ രാജാവായ ചന്ദ്രഗുപ്ത രണ്ടാമൻ്റെ കാലത്ത് പണിത ഗുഹകളാണ്. അപ്പോൾ നമ്മൾ കഥകൾ പറഞ്ഞ് നമ്മൾ ഒന്നാമത്തെ ഗുഹയും രണ്ടാമത്തെ ഗുഹയും കഴിഞ്ഞിരുന്നു. ഒന്നാമത്തെ ഗുഹയുടെ പ്രത്യേകത ഇവിടെ ചെറിയ ശില്പങ്ങളും പൂജാസ്ഥലങ്ങളും ഒക്കെയാണ്. ചെറിയ ക്ഷേത്രം പോലെ തുടക്കത്തിൽ കാണാം. രണ്ടാമത്തെ ഗുഹ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഗുഹയാണ്. ഇവിടെ വിഷ്ണുവിൻ്റെ രൂപങ്ങളും മതപരമായ പ്രാധാന്യമാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 3ഉം 4ഉം ശിവഗുഹകളാണ്. ഈ ഗുഹകൾ ശിവന് സമർപ്പിച്ചതാണ്. ഇവിടെ ശിവലിംഗവും ശിവപ്രതിമകളും ഒക്കെയാണ്. അതിൻ്റെ പ്രത്യേക പൂജകളൊക്കെയാണ് പണ്ട് നടന്നുകൊണ്ടിരുന്നത്. ഇനി അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. 20 ഗുഹകളിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഗുഹയാണ് കേവ് നമ്പർ 5. ഇതിൻ്റെ പേര് തന്നെ വരാഹ ഗുഹ എന്നാണ്. ഏറ്റവും പ്രശസ്തമായ കേവാണ്. വിഷ്ണുവിൻ്റെ വരാഹാവതാരമാണ് കൊത്തിവെച്ചേക്കുന്നത്. ഭൂമിയെ രക്ഷിക്കുന്ന ശില്പമായിട്ടാണ്. അതിൻ്റെ സൈഡിലെല്ലാം ചെറിയ ചെറിയ പ്രതിമകളെല്ലാം കൊത്തിവെച്ചിട്ടുണ്ട്. പലതിൻ്റെ 2-3 വിഗ്രഹങ്ങളുടെയൊക്കെ തലയെല്ലാം പൊട്ടിപ്പോയതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ വരുന്ന സ്ഥലം ഇതാണ്. എല്ലാവരും ഇവിടെ വരെ വന്നതിന് ശേഷം എല്ലാവരും തിരിച്ചു പോവുകയാണ്. പക്ഷേ ഞങ്ങൾ 20 ഗുഹയും ഞങ്ങൾ കണ്ടിട്ടാണ് ഇറങ്ങിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മലകളുടെ മുകളിലോട്ടാണ്. ഇത് ഒത്തിരി ഉയരത്തിലാണ്. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ചേട്ടനും ഫുൾ പഴയ മോണമെൻറ്റ്സൊക്കെ കാണാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങളത് ഫുള്ള് കണ്ടിട്ടാണ് ഇറങ്ങിയത്. നമ്മൾ കറക്റ്റായിട്ടാണ് വന്നത്. നമ്മൾ അങ്ങനെ പോയിട്ട് ഇങ്ങനെ വരണമായിരുന്നു. ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് പണ്ടത്തെ ഏറ്റവും വലിയ തവ, കല്ലുകൊണ്ടുണ്ടാക്കിയ തവയാണിത്. ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇവർ ഫുഡ് ഉണ്ടാക്കുമായിരുന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മല കയറിക്കിറങ്ങി ഏറ്റവും മുകളിലെത്തി. അപ്പോൾ 6 to 10 ഒക്കെ ഗുഹകൾ ധ്യാന ഗുഹകളാണ്. അത് ചെറിയ മുറികളും സന്യാസിലിരിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഏറ്റവും മുകളിലെത്തിയപ്പം നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ ഫുള്ള് താഴത്തെ ഗ്രാമങ്ങളും ഒക്കെ കാണാൻ പറ്റും. കൃഷിയും കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ. മമ്മി കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ മമ്മി പകുതി വരെ ഞങ്ങൾ കൊണ്ടുവന്നിട്ട് താഴെ കൊണ്ടുവന്ന് ഇരുത്തിയതിന് ശേഷമാണ് പോന്നേക്കുന്നത്. പക്ഷെ മമ്മിക്ക് മലകൾ കയറാൻ ബുദ്ധിമുട്ടാണ്.
നട്ടുച്ചയാണ്, നല്ല വെയിലായി. അപ്പം 2-3 ഫാമിലീസ് ഉണ്ടായിരുന്നു. അവർ താഴെ തന്നെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വരാഹമൂർത്തിയെ കണ്ടതിന് ശേഷം അവരെല്ലാം തിരിച്ചിറങ്ങി. ഞാനും ചേട്ടനും എൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ഥലത്ത് പോയാലും അവിടുത്തെ മുഴുവൻ ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് വെച്ചാൽ അത് മുഴുവൻ കാണാതെ ഇറങ്ങുകയില്ല. അതുകൊണ്ട് നമുക്ക് കൂടെ നടന്നേ പറ്റൂ. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു, അവരേ ഉള്ളായിരുന്നു. പിന്നെ ഇങ്ങനെ നടക്കാൻ വേണ്ടി ഫുള്ള് നമ്മൾ അടുത്ത ഗുഹകളിലേക്ക് പോകാനുള്ള വഴികളൊക്കെയാണ്. അതിൻ്റെ ശാന്തമായ അന്തരീക്ഷമാണ്, നല്ലൊരു അന്തരീക്ഷമാണ്. പിന്നെ 11, 14 ജൈന ഗുഹകളാണ്. അതൊക്കെ അത് ജൈന മതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജൈന തീർത്ഥങ്കര ശില്പങ്ങളാണ്. പിന്നെയുള്ളത് 15, 18 ഗുഹകളാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ സന്യാസികൾ താമസിക്കുന്ന ഗുഹകളാണ്. അത് ലളിതമായ മുറികളും കിടക്ക പോലുള്ള പാറയുടെ രൂപങ്ങളും ഒക്കെയാണ്. പിന്നെ നമ്മൾ നടന്ന് നമ്മൾ 1920 അവസാന ഗുഹകളിലേക്ക് എത്തി. ഇത് ഏറ്റവും മലമുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ 11th 14th എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന വഴി വേറെ വഴി കൂടിയായിപ്പോയി. പിന്നെ അതേ നമ്മൾ മുകളിലെത്തിയിട്ട് താഴേട്ട് നോക്കിയപ്പോൾ കാണുന്ന ഗ്രാമങ്ങളാണ്. പിന്നെ ശരിക്കും നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ കുഗ്രാമങ്ങളാണ്. പാടങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിരന്ന് കിടക്കുക. ആ വൈറ്റ് കളറിലുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അത് കോളിഫ്ലവറാണ്. അങ്ങനെ നടന്ന് ഫൈനലി നമ്മൾ 20ാമത്തെ ഗുഹയുടെ അടുത്തെത്തി. ഇത് ശരിക്കും ഏറ്റവും മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു നല്ല വ്യൂ പോയിൻ്റാണ്, ഫോട്ടോ എടുക്കാനൊക്കെ ബെസ്റ്റ് പോയിൻ്റാണ്. അങ്ങനെ ശരിക്കും ഞങ്ങൾ തളർന്നുപോയി. വെള്ളമൊന്നും ഇല്ലായിരുന്നു, കുടിക്കാൻ വെള്ളവും കിട്ടിയില്ല. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? ശരിക്കും നമ്മൾ പ്രകൃതിയുമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളുടെ ലൈഫിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം മറന്ന് നമ്മളെ പ്രകൃതിയുമായിട്ട് ഇടപഴകിയുള്ള ഒരു സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നു. പിന്നെ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കണ്ടത് ഭോപ്പാലിലെ പ്രശസ്തമായ ഉദയഗിരി കേവ് ആണ്. ചരിത്രവും പ്രകൃതിയും ഒരുമിച്ച് അനുഭവിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ സ്ഥലമാണ്. നിങ്ങളൊക്കെ ഒരിക്കലെങ്കിലും ഇവിടെ വരാൻ ശ്രമിക്കണം. എല്ലാവരും പറയുന്ന ഭോപ്പാലിനൊന്നും കാണാനില്ല എന്ന്, പക്ഷേ കാണാനുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ എല്ലാം ഇങ്ങനെയുള്ള പണ്ടത്തെ ആദിമ മനുഷ്യരും അതാ പറഞ്ഞ മോർണമെൻറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. കാഞ്ചി സ്തൂപി ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. അതുകൊണ്ട് എല്ലാവരും വരണം. ഒരു 5 ദിവസം ഭോപ്പാലിൽ നിന്നിട്ട് വേണം ഇത് കാണാൻ. എന്ന് വെച്ചാൽ എല്ലാം ദൂരെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.